വിദ്വേഷ പരാമർശം പറയാൻ മാത്രം വാ തുറക്കുന്ന വ്യക്തിയാണ് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇത്തവണയും അത്തരത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുകയാണ് നേതാവ്. 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ 50 ഹിന്ദു കുടുംബങ്ങൾ ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ലെന്നാണ് യോഗി ആദിത്യനാഥിന്റെ പരാമർശം. എന്നാൽ ഹിന്ദുക്കൾക്കിടയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്നും യോഗി എടുത്തു പറയുന്നുണ്ട്. 100 ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബം സുരക്ഷിതമായിരിക്കും. തങ്ങളുടെ മതപരമായ ആചാരങ്ങളെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാകും. എന്നാൽ 50 ഹിന്ദു കുടുംബങ്ങൾ മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ സുരക്ഷിതമായിരിക്കുമോ? ഇല്ല. ബംഗ്ലാദേശ് അതിന് ഉദാഹരണമാണ്. ഇതിനു മുൻപ് പാകിസ്ഥാൻ ഒരു ഉദാഹരണമായിരുന്നു. ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. ഹിന്ദുക്കൾ സുരക്ഷിതരാണെങ്കിൽ മുസ്ലിങ്ങളും സുരക്ഷിതരാണ്. 2017 മുൻപ് യു.പിയിൽ കലാപങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദു കടകൾ കത്തുന്നുണ്ടെങ്കിൽ മുസ്ലിം കടകളും കത്തുമായിരുന്നു. ഹിന്ദുവിന്റെ വീടുകൾ കത്തുന്നുണ്ടെങ്കിലും മുസ്ലിം വീടുകളും കത്തുന്നുണ്ടായിരുന്നു. 2017 ശേഷം കലാപങ്ങൾ നിലച്ചുവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. അതേസമയം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉയർന്നുവരുന്ന ക്ഷേത്രം പള്ളി തർക്കങ്ങളെക്കുറിച്ചും യോഗി എടുത്തു പറയുകയുണ്ടായി. ഹിന്ദുക്കളുടെ സ്ഥലത്താണ് മുസ്ലിങ്ങൾ പള്ളികൾ നിർമ്മിച്ചതെന്നും ഇത് മുസ്ലിങ്ങളുടെ തത്വങ്ങൾക്ക് എതിരാണെന്നും യോഗി തുറന്നടിച്ചു. ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തതിനു ശേഷം നിർമ്മിക്കുന്ന ആരാധനാലയങ്ങൾ ദൈവം അംഗീകരിക്കുന്നില്ല എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. പിന്നെങ്ങനെയാണ് അവർ ക്ഷേത്രം പണിഞ്ഞത്? യു.പിയിലെ തർക്ക ഭൂമികളിലൊന്നായ സാമ്പലിൽ കഴിയുന്നതത്രയും ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യും. സാമ്പലിൽ 64 തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതിൽ 54 എണ്ണം ഞങ്ങൾ കണ്ടെത്തി. എന്തു തന്നെയായാലും ഞങ്ങൾ ബാക്കിയും കണ്ടെത്തും. സംബാലിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ ലോകത്തോട് പറയും. സത്യം കാണാൻ കണ്ണുള്ളവർ അത് തിരിച്ചറിയും. എന്താണ് സംബാലിൽ നടന്നതെന്ന് അവർ കാണട്ടെ എന്നാണ് യോഗി പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതവും സംസ്കാരവുമാണ് സനാതനധർമ്മം. അതിന്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. സനാതൻ ധർമ്മ അനുയായികൾ മറ്റുള്ളവരെ അവരുടെ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടില്ല. എന്നാൽ അവർ എന്താണ് നേരിട്ടത്? പകരമായി അവർക്ക് എന്താണ് ലഭിച്ചത്? ലോകത്ത് എവിടെയെങ്കിലും ഹിന്ദു രാജാക്കന്മാർ അവരുടെ ശക്തി ഉപയോഗിച്ച് ഏതെങ്കിലും സ്ഥലങ്ങൾ സ്വന്തം അധീനതയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നും യോഗി ചോദിച്ചു. അതേസമയം യോഗി ആദിത്യനാഥിന്റെ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി കസേര തെറിക്കുമോ എന്ന പേടിയാണ് യോഗിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് പിന്നിലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആരോപിച്ചു. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് യോഗി അഹങ്കാരിയായി മാറിയെന്നും മിനി ഹിറ്റ്ലറായെന്നും കോൺഗ്രസ് MP മാണിക്യം ടാഗോറും പറഞ്ഞു. നിലവിലെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വിദ്വേഷ പരാമർശം നടത്തിയതെന്ന് സമാജ്വാദി പാർട്ടി MP ഡിംപിൾ യാദവ് പ്രതികരിച്ചു. പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. നിലവിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. പക്ഷേ BJP ഇപ്പോഴും പഴയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും പഴയ പ്രശ്നങ്ങൾ ചികഞ്ഞു പുറത്തെടുക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് ഡിംപിൾ യാദവ് തുറന്നടിച്ചു. യോഗി പറഞ്ഞത് ശരിയാണെന്ന് SP MP സിയ ഉർ റഹ്മാൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. സംബലിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. മുസ്ലിങ്ങൾക്കെതിരെ ജനക്കൂട്ട ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുകയും ആരാധനാലയങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം ശേഷവും മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് സിയാർ ഉർ റഹ്മാൻ പരിഹസിച്ചു. കള്ളം പറഞ്ഞ് ഹിന്ദു മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കാനാണ് യോഗി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് അജയ് റായും പ്രതികരിച്ചു. ഒരു നേതാവ് ജനങ്ങളെ ഇത്തരത്തിൽ നയിക്കുന്നത് നിർഭാഗ്യകരമാണ്. ഒരു ഭാഗത്ത് സുനിത വില്യംസ് ബഹിരാകാശത്തു നിന്ന് തിരിച്ചെത്തിയതുപോലുള്ള മുന്നേറ്റങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ആളുകളെ 100 വർഷം പുറകിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് രഞ്ജിത് രഞ്ജൻ MP തുറന്നടിച്ചു. ഏതായാലും യോഗിയുടെ വിദ്വേഷ പരാമർശത്തിന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ.